ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിൽ എത്തിച്ചേരാനും നോമ്പനുഷ്ഠിക്കാനും ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ജുമാഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനുമുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകി. അല്ലാഹു തആല നമ്മുടെ അമലുകളെ പൂർണ്ണമായിട്ട് കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭമാണ് ഈ സമയം. റമദാൻ നമ്മളിലേക്ക് വന്നു. അതിന്റെ 20 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഈ 20 ദിവസങ്ങളെ കൊണ്ട് നമ്മൾ എന്താണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. 20 ദിവസം അല്ലാഹു തആല അവന്റെ ഔദാര്യമായിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ, നമുക്ക് നന്മകൾ വാരിയെടുക്കാൻ, നമുക്ക് സ്വർഗം സമ്പാദിക്കാൻ, നരകത്തിൽ നിന്ന് വിദൂരമാകാൻ, നമ്മുടെ ഖബർ പ്രകാശപൂരിതമാക്കി തീർക്കാൻ അല്ലാഹു അവസരം തന്നിരിക്കുകയായിരുന്നു. ഈ 20 ദിവസം കൊണ്ട് എത്രത്തോളം അല്ലാഹുമായിട്ട് അടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയമായിക്കൊണ്ട് നമ്മളെ വിചാരണ ചെയ്യണം. ഈ റമദാനിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനുമായിട്ട് എത്ര ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്ർ എത്രത്തോളം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, രാത്രിയിലുള്ള നമസ്കാരങ്ങൾ എത്ര നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പകലിൽ എത്രത്തോളം സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഓരോ സമയങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞുപോയ 20 ദിവസങ്ങൾ എത്രത്തോളം നമുക്ക് നന്മകൾ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതലായി നന്മകൾ ചെയ്യാൻ ഇനിയുള്ള ബാക്കിയുള്ള 10 ദിവസങ്ങളിൽ നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റമദാൻ നമുക്ക് നൽകിയത്. റമദാനിൽ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമുക്ക് റമദാൻ എന്നുള്ള മഹത്തായ അനുഗ്രഹം നൽകിയത്. ഈ അനുഗ്രഹം ഈ റമദാനിൽ ആരോഗ്യമില്ലാതെ രോഗികളായി നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ, തറാവീഹ് നമസ്കാരം നിർവഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലും മറ്റും കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാത്ത് ആരോഗ്യമുള്ളവരായി നോമ്പനുഷ്ഠിക്കാനും തറാവീഹ് നമസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ആരോഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകി. ഈ നൽകിയ ആരോഗ്യം കൊണ്ട് എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എത്രത്തോളം ഇസ്തിഗ്ഫാർ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ട് അല്ലാഹുമായിട്ട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായിട്ട് മാറണം നമ്മൾ. അതിനുള്ള അവസരങ്ങളാണ് അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ രണ്ടാമത്തെ 10, അല്ലാഹുവിന്റെ പാപമോചനത്തിന്റെ 10. ആ പാപമോചനത്തിന്റെ 10ൽ എത്രത്തോളം നമുക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അല്ലാഹുമായിട്ട് അടുത്ത് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 അവസാനത്തെ 10 എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ 10. ആ റമദാനിന്റെ അവസാനത്തെ 10ൽ ഒരു ദിവസമുണ്ട്. ആ ദിവസം 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം, ഖദറിന്റെ രാത്രി എന്ന് പറയുന്ന ആ മഹത്തായ രാത്രി. അത് ലഭിക്കാനുള്ള ആകെ നമ്മൾ പരിശ്രമിക്കേണ്ടത് 10 ദിവസമാണ്. ഏതാണ്ട് 83 വർഷവും 4 മാസത്തേക്കാൾ കൂടുതലായ ഇബാദത്ത് നിർവഹിക്കുന്ന പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തത്. ഒരാൾക്കൊരു 80 വയസ്സ് കിട്ടി, അല്ലെങ്കിൽ
90 വയസ്സ് കിട്ടി, 100 വയസ്സ് കിട്ടി എന്ന് വിചാരിച്ചാൽ പോലും അയാൾക്ക് 83 വർഷത്തെ ഇബാദത്ത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധമായ റമദാനിലെ ഈ അവസാനത്തെ 10 ഒരു ദിവസം, ഈ അവസാനത്തെ 10 ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ 83 വർഷവും 4 മാസത്തേക്കാൾ കൂടുതലായി പൂർണ്ണമായ ഇബാദത്ത്, രാത്രി ഉറക്കമില്ലാതെ പകലിൽ വിശ്രമമില്ലാതെ പൂർണ്ണമായ ഇബാദത്തിന്റെ കൂലിയാണ് അല്ലാഹു തആല ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തിന് നൽകിയിട്ടുള്ളത്. അതിന് നമ്മൾ ആകെ പരിശ്രമിക്കേണ്ടത് ഈ ഒരു 10 ദിവസം മാത്രമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടി വരുന്നത്. 10 ദിവസം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കുകയാണ്. 10 ദിവസം നമ്മൾ ആലോചിച്ച് നോക്കി, ദുനിയാവിലെങ്ങാനും നമുക്ക് 10 ദിവസം അധ്വാനിച്ചാൽ ആയുസ് കാലം മുഴുവൻ ജീവിക്കാനുള്ള ഉപജീവന മാർഗം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ, അങ്ങനെ നമ്മൾ കണ്ടാൽ 10 ദിവസമല്ല, 1 മാസമല്ല, 1 കൊല്ലമല്ല, 3 കൊല്ലം വേണമെങ്കിലും അതിന്റെ പുറത്തേക്ക് വേണമെങ്കിലും 10 കൊല്ലം വേണമെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അല്ലേ? ദുനിയാവിൽ മനുഷ്യന്റെ മഹീഷത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം കുടുംബമില്ലാതെ, സ്വന്തം മക്കളില്ലാതെ, സ്വന്തം മാതാപിതാക്കളില്ലാതെ, സ്വന്തം നാടില്ലാതെ എത്ര ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വർഷങ്ങളോളം 10, 15, 20 വർഷം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ദുനിയാവിലെ ഒരു കുറഞ്ഞ കാലത്തെ ജീവിതം എത്രയുള്ളത്? 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ഒരു 10, 20 കൊല്ലക്കാലം ഉണ്ടാകും. ആ ഒരു കൊല്ലക്കാലത്തിന് വേണ്ടിയിട്ട് എത്ര കഠിനാധ്വാനമാണ് മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കി, റമദാനിലെ അവസാനത്തെ 10 ദിവസം കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 83 വർഷവും 4 മാസത്തേക്കാൾ കൂടുതലായി ഇബാദത്തിൽ മാത്രമായിട്ട് കഴിഞ്ഞുകൂടിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. പിന്നെ അതിന്റെ ഓരോ ഭാഗങ്ങൾക്ക് പ്രതിഫലം വേറെയാണ്. ആ ഖദറിന്റെ രാത്രിക്ക് മാത്രം കിട്ടുന്ന പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇഅ്തഖഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഇഅ്തികാഫിരിക്കുകയാണ് എങ്കിൽ, 24 മണിക്കൂർ നേരം അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കുകയാണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദല്ലാഹു ബൈനഹു വ ബൈനൻ നാസ്, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല വിദൂരമാക്കുന്നതാണ്. 3 ഖന്ദഖുകൾ, 3 കിടങ്ങുകൾ വിദൂരമാക്കുന്നതാണ്. ഓരോ കിടങ്ങും മാ ബൈന ഖന്ദഖൈനി അബ്അദ മിമ്മാ ബൈനൽ ഹാഫിഖൈൻ, ഓരോ കിടങ്ങിന്റെ ഇടയിലും സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ എത്ര ദൂരമുണ്ടോ അത്രത്തോളം ദൂരമുണ്ടായിരിക്കും ഓരോ കിടങ്ങിന്റെ ഇടയിലും. അങ്ങനെയുള്ള 3 കിടങ്ങുകളെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതാണ് ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ കിട്ടുന്നതാണ്. ഒരൊറ്റ ദിവസം ഇഅ്തികാഫിരുന്നാൽ. റമദാനിലെ അവസാനത്തെ 10 ദിവസം നമ്മൾ ഇഅ്തികാഫിരിക്കുമ്പോഴേക്ക് 30 കിടങ്ങുകളുടെ, ഇത്രത്തോളം വിദൂരമായ 30 കിടങ്ങുകളുടെ വിദൂരതയിലേക്ക് നമ്മൾ നരകത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണിത്. ഈ ഒരു മാസക്കാലം അല്ലാഹു നൽകിയത് വലിയ നന്മകളുടെ സമ്പാദ്യം കൂട്ടിയെടുക്കാനുള്ള അവസരമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ മിൻ റമദാൻ, റമദാനിന്റെ അവസാന സമയമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അഹ്യൽ ലൈൽ, രാത്രി മുഴുവൻ ജീവിപ്പിക്കുമായിരുന്നു. ഇബാദത്തുകളെ കൊണ്ട്, നമസ്കാരങ്ങളെ കൊണ്ട്, ഖുർആനിന്റെ തിലാവത്തുകളെ കൊണ്ട് നബി തങ്ങൾ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. തന്റെ കുടുംബത്തെയും നബി തങ്ങൾ വിളിച്ചുണർത്തും. അതിനുവേണ്ടി ആ റമദാനിന്റെ രാത്രിയിൽ അവസാന സമയത്ത് ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെയും വിളിച്ചുണർത്തുമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമുക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നിയമത്താണ്. അടുത്ത വർഷം ഞാനോ നിങ്ങളോ ഈ റമദാൻ ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അടുത്ത വർഷത്തേക്ക് നമുക്കുണ്ടാകുമോ എന്ന്
നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇനി നമ്മൾ ഉണ്ടായാൽ തന്നെ ആരോഗ്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാനും ഇരിക്കാനും തറാവീഹ് നമസ്കരിക്കാനും ഖിയാമുൽ ലൈൽ നമസ്കരിക്കാനുമുള്ള ആരോഗ്യം നമുക്കുണ്ടാകുമോ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാളെ മുതൽ ഇന്ന് രാത്രി മുതൽ തുടങ്ങുന്ന ഈ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ നമ്മൾ കഴിവിന്റെ പരമാവധി ഇബാദത്തിലായി സൽക്കർമ്മങ്ങളിലായി അല്ലാഹുവുമായിട്ട് അടുക്കാൻ, നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഉറപ്പിച്ച് അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുത്ത് അവന്റെ ആളായി മാറാൻ, അവസാനം റമദാൻ നമ്മളോട് വിട പറഞ്ഞിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കണം. അള്ളാന്റെ അടുക്കൽ സാക്ഷി നിൽക്കണം. റമദാൻ നമുക്ക് സാക്ഷി നിൽക്കണം. അള്ളാഹിനോട് പറയണം. അള്ളാഹുവിനോട് പറയും. റമദാൻ പറയും ഇങ്ങനെ: പടച്ചവനെ, ഇവൻ പകലിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നോമ്പനുഷ്ഠിച്ചവനാണ്, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് റബ്ബിന്റെ കോടതിയിൽ വാദിക്കുന്ന റമദാനായിക്കൊണ്ട് നമ്മുടെ റമദാൻ മാറണം. ആ രീതിയിൽ നമ്മുടെ റമദാൻ മാറണം. ആ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കണം അല്ലാഹുവിന്റെ കോടതിയിൽ. അവിടെ വന്നുകൊണ്ട് റമദാൻ നമുക്ക് വേണ്ടി വാദം നടത്തണം. പടച്ചവനെ, ഇവനെ ശിക്ഷിക്കരുത്, ഇവനെ നരകത്തിലേക്ക് ഇടരുത്, ഇവനെ കഠിനമായ വിചാരണ നടത്തരുത്, ഇവനെ സ്വർഗത്തിലേക്ക് അയക്കണം, ഇവൻ നോമ്പനുഷ്ഠിച്ചവനാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ റമദാനാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇന്നു മുതലുള്ള രാത്രികൾ പൂർണ്ണമായിട്ട് ഇബാദത്തിലായി അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.